ഹലോ. ഇപ്പോൾ ദാ റംബൂട്ടാൻ്റെയൊക്കെ സീസണാണല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ ദേ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റംബൂട്ടാനാട്ടോ. നല്ല മധുരമുള്ള അടിപൊളി റംബൂട്ടാനാണേ. അപ്പോൾ ദാ നമുക്കിന്ന് അത് വെച്ചൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. ഇതുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ദേ നമ്മൾ അച്ചാറിന് ആവശ്യമായ റംബൂട്ടാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമ്മൾ അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ദാ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കണം കേട്ടോ. വെളുത്തുള്ളി നമ്മൾ നടുവേ ഒന്ന് കീറി വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാകുമ്പം അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നപ്പം നമ്മൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടി അവിടെ ഇരുന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ അച്ചാർ പൊടിയാട്ടോ. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ആട്ടോ അച്ചാർ പൊടി എടുത്തേക്കുന്നത്. അച്ചാർ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റംബൂട്ടാൻ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിതാ റംബൂട്ടാനിനകത്തു നിന്ന് ഇറങ്ങിയ വെള്ളമാണേ. എല്ലാ റംബൂട്ടാനും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണേ. ആ ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് നമ്മുടെ റംബൂട്ടാനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇതാ നമ്മളത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ നമ്മൾ വേറെ 2-3 അച്ചാറിൻ്റെ റെസിപ്പിയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളൊരു ചാനലിൽ കയറി അതൊന്ന് കണ്ടു നോക്കണേ. ഞാൻ എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ. മേളിൽ ഐ കാർഡിലും ഞാനത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം റംബൂട്ടാൻ ഒരു പുളിയും എല്ലാം ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതേ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവും മധുരവും പുളി എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി അച്ചാറാട്ടോ. ചോറുണ്ണാൻ ഇനി വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് ഈ റംബൂട്ടാൻ അച്ചാറിന്. അപ്പോൾ ഈ റംബൂട്ടാൻ സീസണിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ വീട്ടിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ചോറിന് ഇത് അടിപൊളി കോമ്പിനേഷനാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന അടിപൊളി അച്ചാറാണേ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇവിടെ അറിയിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.